നമസ്കാരം. കരുതലോണവും സദ്യക്കൂട്ടിലെ മറ്റൊരു വിഭവമായി ഇന്ന് സിഫി ബൈജു തന്നെ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് പായസം പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? മസാലക്കൂട്ട്. നമുക്ക് സദ്യയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു കാര്യമാണ് കിഴങ്ങും ഗ്രീൻ പീസും എല്ലാം കൂടെ വെച്ചിട്ടുള്ളത്. അപ്പം നല്ല സ്വാദിഷ്ടമായ മസാലക്കൂട്ടിലേക്ക് കൂടുതൽ സംസാരിക്കാതെ പെട്ടെന്ന് പോകുന്നു. കാര്യം എല്ലാവർക്കും പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കാനുള്ളതാണ്. ഓണമാണ്, തിരക്കാണ്. ഞാനും നിങ്ങളെ പുഷ്പിക്കുന്നില്ല. എല്ലാവരും മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഫുള്ളും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ തുടങ്ങിയാലോ? തുടങ്ങി. മസാലക്കൂട്ടിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയണേ. തേങ്ങ ഒരു 1/4 കപ്പ്, ഒരു 30 ചെറുള്ളി, മീഡിയം സൈസ് 2 ഉരുളക്കിഴങ്ങ്, 100 ഗ്രാം ഗ്രീൻ പീസ്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി, ഗരം മസാല ആവശ്യത്തിന്, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കരിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ചട്ടി വെച്ചു. ഇനി ഇപ്പോഴും നല്ല വെളിച്ചെണ്ണ അല്ലേ? നാടൻ വെളിച്ചെണ്ണയാണത്. വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ച്, വെളിച്ചെണ്ണ ആവശ്യത്തിന് നമുക്ക് ആവശ്യമുള്ളവർക്ക് എടുക്കാം അല്ലേ? ഇനി ഇതിൽ എന്തൊക്കെയാ ഇടുന്നത്? ഇതിനകത്ത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് ഇത്ര ഇട്ട് നല്ല വഴറ്റണം. നല്ല വഴഞ്ഞു വരുമ്പോൾ അതിനകത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റണം അല്ലേ? ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അല്ലേ? ഇത് 3ഉം കൂടി ഇട്ട് നന്നായിട്ട് ഈ ഒരു ഇതിലാവണം, നന്നായിട്ട് വഴറ്റണം. ഉള്ളിന് നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞു. വഴണ്ടതിനകത്ത് നമുക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു, ഒരു തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞു അല്ലേ? അത് നന്നായിട്ട് വഴറ്റണം അല്ലേ? ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടെ വഴറ്റിയതിന് ശേഷം ഇതെല്ലാം കൂടെ വഴറ്റി നന്നായിട്ട് ഒന്ന് വേഗണമെന്ന് തോന്നുന്നല്ലേ? ചെറുതായിട്ടൊന്ന് തക്കാളി ഒന്ന്. മസാലക്കറിയല്ലേ? എല്ലാ സദ്യക്കും ഒരു മസാലക്കറി വേണം അല്ലേ? അത് നോൺ വെജും എല്ലാം ആ ഒരു മണം മസാലയുടെ മണം. അപ്പൊ സദ്യക്കുള്ള മസാലക്കറി മസ്റ്റാണ് അല്ലേ? അതെ. അപ്പൊ ആ ഒരു പെരിഞ്ചീരകവും ആ മസാലക്കൂട്ടിന്റെ ഒരു മണമൊക്കെ ആയിട്ട് ചോറ് കഴിക്കാനായിട്ട് കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒരു ഇറച്ചിയൊക്കെ അത് നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞു. തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന മല്ലിപ്പൊടി നന്നായിട്ട് ഫ്രൈ ആവണം അല്ലേ? മല്ലിപ്പൊടി അങ്ങ് മൂക്കണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്താൽ മതി. മല്ലിപ്പൊടിയും മുളക് പൊടിയും. കാശ്മീരി പൗഡർ ആകുമ്പം കളറ് കാണും, അധികം എരി കാണില്ല. അതിനാണ് നമ്മൾ പച്ചമുളക് കൂടെ. ഇനി മഞ്ഞൾപ്പൊടി. ഈ പൊടികളെല്ലാം പെട്ടെന്ന് ചേർക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. അത് നന്നായിട്ട് ഒരു വിധം മൂത്ത് അല്ലേ? മസാലയൊക്കെ നല്ലതായിട്ട് മൂത്തു. ഇനി കിഴങ്ങ് എടുത്ത് നമ്മള് 2 കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് എടുത്ത് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് അടിയാം. ഇതിനകത്തോട്ടിടണം അല്ലേ? ഇത് ഏകദേശം ഇതിനകത്തോട്ട് മിക്സ് ചെയ്തു. ഇനി ഇതില് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം. നമുക്കിപ്പം ആവശ്യത്തിന് വീട്ടിൽ നമുക്ക് എത്രയാണോ, ഒരു 5 ഉരുളക്കിഴങ്ങിന്റെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുക. സാധാരണ ഇത് മഞ്ഞ കളറിലല്ലേ ഇരിക്കുന്നത്? അല്ല, ഇത് 2 കളറിലും വെക്കാം. നമുക്ക് വെക്കാം അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് വറുത്ത് ആ തേങ്ങ നല്ല ബ്രൗൺ കളറിലാകുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാല ഇതും അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വറുത്ത്, അപ്പൊ കുറച്ച് തേങ്ങയും മസാലയും കൂടെ അരച്ചു വെക്കണം. അപ്പോഴത്തേക്ക് ഇത് വേവും. ഇത് വേകുമ്പോഴത്തേക്കാണ് ഇനി അടുത്തത് അല്ലേ? അടുത്ത ഇടുന്നത്. ഇതൊരു വിധം കിഴങ്ങ് ഒരുവിധം വേവിച്ച് വെച്ചേക്കുന്ന സംഭവം അല്ലേ? അതെ, ഒരു ഹാഫ് ബോയിൽഡ് കിഴങ്ങാണ്. അടച്ചു വെക്കുക.
കിഴങ്ങും കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്ത് എല്ലാം വേവാൻ വെച്ചേക്കുമായിരുന്നു. അത് ഈ കിഴങ്ങ് ഒരു ഇച്ചിരി കൂടെ വേവനുണ്ട്. അപ്പോൾ ആ സമയം ഗ്രീൻ പീസ് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസാണ്. ഇതെല്ലാം സെപ്പറേറ്റ് വേവിച്ച് വെക്കാം നമുക്ക്. അത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം. പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് വേവിക്കും. ഹാഫ് ബോയിൽ ആക്കി വെക്കണം എപ്പോഴും. ഗ്രീൻ പീസും കിഴങ്ങും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ വേവുകയാണ് അല്ലേ. ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, ഇതെല്ലാം കൂടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് മൂന്നിലും കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഏകദേശം വെന്തിട്ടുണ്ട് അല്ലേ. ഒത്തിരി വെന്ത് പോകണ്ട, ഒരുപാട് വേവണ്ട. ഒരു ഇതാ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല മസാലയൊക്കെ പിടിച്ചു. ഇനി ഇതിനകത്ത് നെക്സ്റ്റ് എന്തോ ചെയ്യുന്നത്? ഇതിനകത്ത് നമ്മൾ തേങ്ങ എടുത്തായിരുന്നല്ലോ, തേങ്ങ വറക്കണം. തേങ്ങ വറുത്ത് നല്ല ബ്രൗൺ കളർ ആവും. തേങ്ങ മാത്രം നല്ല വറുത്ത് വരണം. ബ്രൗൺ കളർ ആവുന്നതിന് കുറച്ച് മുമ്പേ എടുത്തു വെച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ, മസാലയും കൂടെ എല്ലാം ഗരം മസാല എല്ലാം അതെല്ലാം കൂടെ ഇട്ട് വറക്കണം. വറുത്തിട്ട് ആ തേങ്ങ നല്ല അരച്ചെടുക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല നെയ്യ് പോലെ നന്നായിട്ട് അരച്ചത്. ഇനി നമ്മൾ അടച്ചു വെക്കണോ? ഇത് വേണ്ട, ആ അരച്ചു വെച്ച മസാല അതൊന്ന് കാണിച്ചു മതി. ഇത് നന്നായിട്ടല്ലേ ഏകദേശം താണ്ട ഈ ഒരു നല്ല പരുവത്തിന് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോഴത് ഇതിനകത്തോട്ട് ചേർക്കണം അല്ലേ. ഒന്ന് സിമ്മിലാക്കിയിട്ട് പറ്റിയിരിക്കുന്ന കറിയാ. ഒത്തിരി ഒന്നും ഗ്രേവി വേണ്ട, കാരണം നമ്മളെ ഇലയെ വിളമ്പും ഇളയ സൈഡ് ഡിഷ് ഇല്ലേ ഇത്. അപ്പം അതുകൊണ്ട് നല്ല കട്ടിക്ക് തന്നെ ഇരിക്കണം, ഇല്ലെങ്കിൽ കറിയായിട്ടാണെങ്കിൽ ഒഴുകിപ്പോവും. അപ്പം ഉപ്പും എരിയും എല്ലാം കറക്റ്റാണ്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇത്ര ഇങ്ങനെ ആവാവുള്ളൂ അല്ലേ. ഇനി അതെന്തുവാണ്? കരിവേപ്പില. അത് നമുക്ക് ആവശ്യത്തിന് ഇടാം. ഓക്കെ. അപ്പം ഇനി ഇത് എണ്ണ തെളിയുന്നത് വരെ വെക്കണം. അത് അടച്ചു വെക്കുവാണോ? അടച്ചിട്ട് നേരം വെക്കണം കരിവേപ്പില ഇട്ടിട്ട്. ഇതിന്റെ പരുവെന്ന് പറയുന്നത് എണ്ണ തെളിഞ്ഞിരിക്കണം അല്ലെ. സിമ്മിലിട്ട്. ഓക്കെ. അത് ഇനിയിപ്പോ ഇത് ഇത്രയായി. ഇനി ഇതിനകത്ത് എന്തുവാണ് ഇനി അടുത്തത്? കടുവ് താളിക്കണം. ഇനി ഇത് കഴിഞ്ഞു സംഭവം. ഇനി എന്തൊക്കെയാ ചെയ്യുന്നത്? ഇനി കടുവ് താളിക്കണം. അപ്പൊ ഇറക്കി വെക്കാം. ചട്ടി വെച്ചു. അപ്പൊ കുറച്ച് എണ്ണ അല്ലേ? കടുവ് പൊട്ടണ്ട. ഒരിത്തിരി വെളിച്ചെണ്ണ, ആവശ്യത്തിന് കടുവ്, ഒരിത്തിരി കടുവ്. ഇതിന്റെ ഒരു ടെക്നിക്ക് നമ്മുടെ ഒരു ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കടുക് ഇടുന്ന കുപ്പിക്കകത്ത് മുളക് കൂടി ഇട്ട് വെച്ചിരുന്നാൽ മുളക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതിനാണ് നമ്മുടെ എപ്പിസോഡ് ഒന്നും മിസ് ചെയ്യാതെ കാണണമെന്ന് പറയുന്നത്. സ്കിപ്പ് ചെയ്ത് പോകരുത്, ഫുൾ കാണുക. ഓരോ പ്രാവശ്യം ഓരോ ഇതാണ്. ഇന്നിപ്പം ഏലക്കയുടെ പറഞ്ഞില്ലേ, ഏലക്ക പഞ്ചസാരയുടെ കൂടെ ഇട്ട് പൊടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിയുമെന്ന്. അതുപോലൊരു ടിപ്പാണ് ഇതും. കടുവിന്റെ കൂടെ കുറച്ച് മുളക് ഇത് ചെയ്ത് ബോട്ടിൽ അടച്ചിട്ടിരുന്നാല് ക്രിസ്പി ആയിട്ട് തന്നെ. മിക്കപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് മുളകൊന്നും എത്ര ഉണക്കി വെച്ചാലും അത് പിന്നെ എടുക്കുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടാവത്തില്ല. ഇങ്ങനെ ചെയ്തു നോക്കണം കേട്ടോ. അപ്പൊ കരുതൽ ടിപ്സ് എന്ന് പേരിടാനായിരുന്നു. നമുക്ക് ഒരുപാട് ടിപ്സ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. അതെ. കടുകും മുളകും കൂടെ നമ്മുടെ മസാലക്കറിക്കകത്തോട്ട് കടുക് താളിച്ചത്, മുളകും കടുവും മാത്രം.
നല്ല മണം. അപ്പം നമ്മുടെ ഓണത്തിൻ്റെ മസാലക്കറിയും റെഡിയായി. എന്നോടെല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കഴിച്ചു, പക്ഷെ ഞാൻ കഴിച്ചതിന് ശേഷം നിങ്ങൾ കഴിച്ചാൽ മതി. അപ്പം ഞാൻ കഴിക്കട്ടെ? കഴിച്ചു. സെർവ് ചെയ്യാം. ഞാൻ നല്ലതാണെന്ന് പറഞ്ഞാലല്ലേ നിങ്ങൾ വെച്ചുണ്ടാക്കി തരുത്തോളൂ അല്ലേ? അപ്പം എല്ലാ വീട്ടമ്മമാരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇതും ചൂടാണ്. സൈഡിൽ നിന്ന് എടുക്കാം. ഗ്രീൻ പീസും പൊട്ടറ്റയും നല്ല ആവി പറക്കുന്നല്ലേ? എല്ലാം നന്നായിട്ട് ഒത്തിരി കുഴഞ്ഞു പോയത് കൊള്ളില്ല അല്ലേ? ഇതിപ്പോ എല്ലാം അതാണ്ട് കറക്റ്റ് ആയിട്ട് കിടപ്പുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ കരുതലോണവും സദ്യക്കൂട്ടത്തിൽ ഇന്ന് നമുക്ക് സിഫി പരിചയപ്പെടുത്തിയ മസാലക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. കരുതലോണവും സദ്യക്കൂട്ടത്തിൽ മറ്റൊരു വിഭവമായി നാളെ കാണും വരെ നന്ദി, നമസ്കാരം.